Me Sachna Salim. Welcome to yet another episode of Eleven with Sajas. ഈ ഒരു ട്രാവൽ വ്ളോഗില് ഞാൻ ജയ്പൂർ ടു ഡൽഹി ടു ദുബായ് പോയിട്ടുള്ള സജാസിന് വേണ്ടി പർച്ചേസിന് പോയിട്ടുള്ള ഒരു ട്രാവൽ വ്ളോഗാണിത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ജയ്പൂർ എയർപോർട്ടിലെത്തി. അതിനുശേഷം ഞാൻ എൻ്റെ റൂമിൽ ചെക്ക് ഇൻ ചെയ്യുകയാണ്. അപ്പം നമ്മൾ ആസ് എ ബിസിനസ് ഓൺടർപ്രണർ നമ്മളൊരു ബൊട്ടീക്ക് നടത്തുമ്പോൾ നമ്മൾ ഓരോ പർച്ചേസിന് പോകുമ്പോഴും ഓരോ ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്, പുതിയ പുതിയ സ്ഥലങ്ങൾ, പുതിയ പുതിയ സാധനങ്ങൾ, പുതിയ ഫാബ്രിക്സ്, ഇതൊക്കെ പുതിയ ഫാഷൻ ട്രെൻഡ്, ഇതൊക്കെ നമുക്കൊരു പുതിയൊരു ഫീലും ഒരു അനുഭൂതിയും തന്നെയാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു റൂമിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ എടുത്ത് അത് കഴിഞ്ഞ് രാവിലെ എണീറ്റു. ബ്രേക്ക്ഫാസ്റ്റാണ് ആകെയുള്ള ഒരു രാവിലത്തെ ഒരു മെയിൻ മീലെന്ന് പറയുന്ന ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ്. അത് കഴിഞ്ഞാൽ ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഫുഡൊന്നും കഴിക്കാറില്ല. ബിക്കോസ് എന്തെങ്കിലും സ്റ്റൊമക്ക് അപ്സെറ്റോ എന്തെങ്കിലും ഫുഡ് പോയ്സണിങ്ങോ ഒക്കെ ഉണ്ടാവും എന്നുള്ളൊരു പേടി കാരണം. അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ആംബിയൻസ് ഉള്ള ഒരു ഹോട്ടലാണ്. പക്ഷേ അതിൻ്റെ ആ ഒരു ബ്യൂട്ടി ഒന്നും എനിക്ക് കാണാനുള്ളൊരു ടൈമില്ല. അതിനു മുന്നേ എത്രയും പെട്ടെന്ന് നമുക്കൊരു ഡേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പർച്ചേസിന് പോവുക എന്നുള്ളതാണ്. അപ്പം ഞാനിപ്പം നല്ല കുറച്ച് റണ്ണിങ് ഫാബ്രിക്സ്, ഈ ഒരു റണ്ണിങ് ഫാബ്രിക്സ് ഒക്കെ നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ്. ഓരോ ഫാബ്രിക്സ്, ഓരോ ഡിസൈൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി ഡീറ്റെയിലിങ്ങിൽ പോയാണ് പർച്ചേസ് ചെയ്യാറുള്ളത്. ഇതിപ്പം നമ്മുടെ ജയ്പൂർ ലിനൻ സാരീസാണ്. അപ്പോൾ നമ്മൾ കൂടുതലും ലിനൻ സാരീസ് സജാസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ വെരി സൂൺ വരുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം നാച്ചുറൽ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ചെയ്തിട്ടുള്ള സാരീസാണ്. ഈ സാരീസൊക്കെ എന്ന് പറയുന്നത് അതൊരു കാരിഗറിന് ചെയ്തെടുക്കാൻ എത്രയോ ദിവസത്തെ സമയമാണ്. മോർ ദാൻ 1 വീക്ക് ടൈം എടുക്കുക. അവർ ഓൾമോസ്റ്റ് ഒരു സാരി ഫുൾ അതിൻ്റെ ഒരു പ്രോസസ്സ്, ഡൈയിങ്, ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിങ്, ഇതൊക്കെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. ഇതിൻ്റെ തന്നെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ സ്ക്രീൻ പ്രിൻറ്റിംഗ് ആയി വരുന്നുണ്ട്. ഒരു ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റിനും ഒരു മെഷീൻ മെയ്ഡ് പ്രോഡക്റ്റിനും പ്രൈസിൽ നല്ല വേരിയേഷൻസ് വരാറുണ്ട്. അതാണ് പലപ്പോഴും നമ്മൾ ആസ് എ കസ്റ്റമർ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം. ഇപ്പം ഒരിക്കലും ഒരു പ്യുവർ കാഞ്ചീപുരം ഹാൻഡ് വോവൻ സാരി ഒന്നും ബിലോ 10,000 റുപ്പീസിന് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് സോ. നമുക്കത് കിട്ടത്തേ ഇല്ല. ആ ഒരു ഹാൻഡ് എന്നാൽ അതിൻ്റെ സെറിയിൽ, അതിൻ്റെ ക്വാളിറ്റിയിൽ, അതിൻ്റെ ലൂമിൽ, അതിൻ്റെ കോട്ടൺ പോളിസ്റ്റർ മിക്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ പലപ്പോഴും വ്യത്യാസം വരാറുണ്ട്. പല കസ്റ്റമേഴ്സും അത് മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് നമ്മൾ ഈ പ്രൈസ് കാണുമ്പോൾ ഭയങ്കര അട്രാക്റ്റഡ് ആവുന്നത്. പക്ഷെ എന്നാൽ ഫാബ്രിക്കിനും അതിൻ്റെ ക്വാളിറ്റിയിലും അതിൻ്റെ ആ ഒരു ഒത്തൻറ്റിസിറ്റിയിലും കൂടുതൽ ഇത് കൊടുക്കുന്ന ആൾക്കാർ എപ്പോഴും, നല്ല പ്രോഡക്ട്സ് വാങ്ങുന്നവരെപ്പോഴും അതാണ് നമ്മൾ ആ ഒരു ലാസ്റ്റിംഗ്, ഒരു ഡ്യൂറബിലിറ്റി എന്നൊക്കെ പറയുന്നത്. ഇപ്പം ഞാൻ തന്നെ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് ഈ ഹാൻഡ് ബ്ലോക്ക് എങ്ങനെ ഇവർ ഓരോ ബ്ലോക്കും ഇങ്ങനെ എടുത്ത് ഇതിങ്ങനെ പ്രസ് ചെയ്ത് വീണ്ടും വീണ്ടും അങ്ങനെ ആ ഒരു കണ്ടിന്യൂസ് ആ ഒരു പ്രോസസ്സ്, ആ കണ്ടിന്യൂവിറ്റി നഷ്ടപ്പെടാതെ ചെയ്ത് വരുമ്പോഴാണ് നല്ല ബ്യൂട്ടിഫുൾ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റഡ് സാരീസ് വരുന്നത്. ഇതെല്ലാം അവർ കംപ്ലീറ്റ്ലി, ഞാനിത് ചോദിച്ച് മനസ്സിലാക്കുകയാണ്, കംപ്ലീറ്റ്ലി നാച്ചുറൽ ഡൈ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ കുതിരയുടെ കാലിൻ്റെ അടിയിൽ വരുന്ന കുതിരക്കുടമ്പ്, അതാണ്. നല്ല ചൂടാണ്. നല്ല ചൂടെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ആ ഒരു സമയം 40 ഡിഗ്രി എബവ് ആണ് ജയ്പൂരിലെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ ഒരുപാട് ചാലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ദെൻ ദിസ് ഈസ് ലൈക്ക് നെക്സ്റ്റ് ഡേ മോർണിംഗ്. ചൂട് കാരണം ഒറ്റ രക്ഷയില്ല എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടൈമായിരുന്നു ഞാൻ ചൂസ് ചെയ്തതും ഈ ഒരു പ്രാവശ്യം. അപ്പം എഗെയിൻ ദ സെക്കൻഡ് ഡേ 2ലും ഞാൻ ആ ഒരു ബ്യൂട്ടിയൊക്കെ ഇങ്ങനെ കണ്ട്, ആ ഒരു ആംബിയൻസ് ഒക്കെ കണ്ട് ഇങ്ങനെ നോക്കി കുറച്ച് നേരം ആ ഒരു ഭംഗിയൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം വീണ്ടും എഗെയിൻ ബാക്ക് ടു എന്താ പറയുക പർച്ചേസിങ്ങിന് പോയി കഴിയുമ്പോൾ ഈ ഓരോ പ്രിൻസും കാണുമ്പോൾ, പ്രിൻ്റുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ കസ്റ്റമേഴ്സ് പറഞ്ഞ ഓരോ കാര്യങ്ങളും, നിങ്ങളുടെ റിക്വയർമെൻറ്റും എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു പോവും. നിങ്ങൾ ചോദിച്ചിട്ടുള്ള ചെറിയ ബ്ലോക്ക്, ചെറിയ പ്രിൻസ്, പേസ്റ്റൽ കളേഴ്സ്, ഡാർക്ക് ഷെയ്ഡ്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പലരുടെയും ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ മനസ്സിൽ മാനിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും സജാസിലേക്ക് പർച്ചേസ് ചെയ്ത് വരുന്നത്. അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് നമ്മളുടെ ഇഷ്ടത്തിന് ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ, നമുക്ക് വേണ്ടി പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം.
പക്ഷെ കസ്റ്റമറിന് വേണ്ടി പോകുമ്പോൾ നമ്മുടെ മനസ്സിലും ചിന്തകളും ഒക്കെ ടോട്ടലി ഡിഫറെൻറ്റ്. അപ്പോൾ അതിനൊക്കെ ശേഷം ഞാൻ തിരിച്ച് ഡൽഹിയിലേക്ക് പോകാനുള്ള ലോഞ്ചിലിരിക്കുകയാണ്. ആ ഒരു സമയമാണ് നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് കിട്ടിയത്. ഇല്ലെങ്കിൽ ഫുൾ പർച്ചേസിങ്ങിലായിരിക്കുമല്ലോ. ഇതൊരു എയർക്രാഫ്റ്റ് ആയിരുന്നു, കുറച്ച് പഴയ ഒരു എയർക്രാഫ്റ്റ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഇതിൽ കയറിയത് എൻ്റെ പകുതി ജീവൻ പോയി. ആൻഡ് ഫൈനലി എനിവേസ് നമ്മൾ ഡൽഹിയിൽ എത്തിയതിന് ശേഷം ഞാൻ ഭയങ്കര ടയേർഡായിട്ട് ഞാൻ ഷോപ്പിംഗ് പകുതിയാക്കി. നല്ല ഒരു ലഞ്ച് കഴിക്കണം എന്ന് പറഞ്ഞ് ഞാൻ വന്നിരിക്കുകയാണ്. എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അത്രയും ടയേർഡായിട്ട്. ഫുഡ് നമുക്ക് ഈ ഒരു ട്രാവലിൽ ഏറ്റവും ഫേസ് ചെയ്യുന്നൊരു ചാലഞ്ചാണ് ഫുഡും വാഷ്റൂമും. ഇത് രണ്ടും നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ് നല്ല സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ. അപ്പം ഞാൻ ഇന്ന് നല്ല ഒരു ലഞ്ച് കഴിച്ചതിന് ശേഷം മാത്രം ഇന്ന് പർച്ചേസിന് പോകുള്ളൂ തീരുമാനിച്ചു. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഈ ചൂടത്ത് ഇങ്ങനെ ഇറങ്ങി നടന്നിട്ട് ഞാൻ ഭയങ്കര ടയേർഡാണ്. അപ്പം നല്ല ഒരു ബഫേ ആയിരുന്നു. ഐ തിങ്ക് ഇറ്റ് വാസ്, ഇഫ് ഐ എം നോട്ട് റോങ്, ഇത് ഹോളിഡേ ഇന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇത് ബിക്കോസ് ഇത് ഞാൻ കുറച്ച് നാൾ മുന്നേ എടുത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ആണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഹോട്ടൽസിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഈ ഡെസേർട്ട് ട്രൈ ചെയ്യാനാണ്. ഡെസേർട്ട്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എപ്പോഴും ഫുഡ് കുറച്ചിട്ട് ഇങ്ങനെയുള്ള സ്വീറ്റ്സ് ഒക്കെ നന്നായിട്ട് ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ എല്ലാം കുറച്ച് ഇങ്ങനെ എടുത്ത് വെച്ച് നന്നായി ഞാൻ കഴിക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം അതായിരുന്നു. ദെൻ ഫൈനലി നിങ്ങളെല്ലാവരും ചോദിക്കുന്ന പാർട്ടി വെയർ സൽവാസ്. അങ്ങനെ ഫൈനലി ഞാനൊരു പാർട്ടി വെയർ സൽവാറിൻ്റെ വെൻഡറിൻ്റെ അടുത്ത് എത്തി. ഞാനിങ്ങനെ പാർട്ടി വെയർ സൽവാസ് നോക്കുകയാണ്. അവർ ഏകദേശം ഒരു 500-600 സെലക്ഷൻസ് നമുക്കിങ്ങനെ അവരുടെ കടയിലുള്ളതൊക്കെ ഇങ്ങനെ കാണിച്ചു തരും. അപ്പോൾ അതെല്ലാം ഇങ്ങനെ നോക്കി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് പ്രൈസ്, ഫാബ്രിക്, ക്വാളിറ്റി ഇതെല്ലാം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് ഇതെല്ലാം തിരിച്ച് നിങ്ങളുടെ അടുത്ത് എത്തുന്നത്. ഐ തിങ്ക് ദിസ് ഇസ് day 4 ആൻഡ് അഗെയിൻ ദ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു ഞാൻ തിരിച്ച് ദുബായിലേക്ക് പോവുകയാണ്. അപ്പം ചെക്കൗട്ട് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി പോകുന്ന ഒരു വീഡിയോ ആണ്. ഈ ലാസ്റ്റ് ഡേ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നമുക്കൊരു ഫീലാണ് ലൈക്ക് നമ്മൾ എന്തൊക്കെയോ നേടി, എന്തൊക്കെയോ ചെയ്ത്, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് തിരിച്ച് നമ്മൾ പോകുമ്പോൾ കിട്ടുന്നൊരു ഫീല് ഡിഫറെൻ്റ്. ഇത് താഴെ ഞാൻ ആ ലോബിയിലെത്തിയപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് സുവനീർസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിരുന്നതൊക്കെ ഞാനിങ്ങനെ നോക്കുകയായിരുന്നു. എല്ലാ 5 സ്റ്റാർ ഹോട്ടൽസിലും ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ അവർ വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആസ് യൂഷ്വൽ പോകുന്ന വഴി തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇത് ഹോളിഡേ ഇന്നായിരുന്നു. ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത്, പക്ഷെ നമ്മളൊരു ഹോളിഡേ മൂഡിലല്ലല്ലോ പോകുന്നത്. പ്യോർലി നമ്മുടെ ഒരു ബിസിനസ് ട്രിപ്പാണ്. അപ്പോൾ ബിസിനസ് റിലേറ്റഡ് കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള തിരക്കിലുമായിരിക്കും. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു സൈഡ് സീയിങ് പോലെ ഇതൊക്കെ ഒന്ന് കണ്ട് എൻജോയ് ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമാണ്. നല്ലൊരു സ്റ്റേ ആയിരുന്നു. ഇറ്റ് വാസ് എ വെരി ഗുഡ് സ്റ്റേ ദെയർ. അതിനുശേഷം ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എൻ്റെ ഒരു ഫ്ലൈറ്റ് ടൈം ആയിട്ടുണ്ട്. തിരിച്ച് ദുബായിലേക്ക് പോവുകയാണ്. ആ ഒരു ചൂടാണ് ശരിക്കും എന്നെ കുഴപ്പിച്ചത്. ഈ ഒരു തിരിച്ചെൻ്റെ ജേർണി സെയിം ഡേ തന്നെ ഞാൻ തിരിച്ച് ദുബായിലേക്ക് പോകണം. എമിറേറ്റ്സ് ഫ്ലൈറ്റ് ആയിരുന്നു. നല്ലൊരു മീലായിരുന്നു. മിക്കവാറും ഞാൻ മീല് സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ കഴിക്കാതെ ഇങ്ങനെ ഇരിക്കാറാണ് നൈറ്റ് ഫ്ലൈറ്റ്സ് ആണെങ്കിൽ. പക്ഷേ ഫൈനലി ദുബായ് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞു. എത്തിയ ഉടനെ തന്നെ നല്ല സ്പൈസി ആയിട്ട് എവിടെയൊക്കെ പോയി തിരിച്ച് വന്നാലും നമ്മുടെ ഇന്ത്യൻ ഫുഡൊക്കെ കഴിച്ച് then I am back to Sajas.